നമസ്കാരം. ഞാൻ ഡോക്ടർ മുഹമ്മദ്, പാലക്കാട് വെറ്ററിനറി ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് ഫിസിഷ്യൻ. ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് ആൻറ്റി മൈക്രോബിയൽ റെസിസ്റ്റൻസിനെ കുറിച്ചാണ്. എന്താണ് ആൻറ്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ്? നമുക്ക് സാധാരണ ഇൻഫെക്ഷൻസ് ഉണ്ടാക്കുന്ന ബാക്ടീരിയയോ ഇല്ല ഫംഗസോ വൈറസോ അതിന് അഗേൻസ്റ്റ് നമ്മൾ കൊടുക്കുന്ന മരുന്നുകൾ, ഇപ്പോൾ ആൻറ്റിബയോട്ടിക്സോ ഇല്ല ആൻറ്റി ഫംഗൽസോ ആൻറ്റി വൈറലോ, ഇതിന് എഫക്റ്റ് ആവാതിരിക്കുന്ന ഒരു കണ്ടീഷൻ, നമ്മൾ കൊടുക്കുന്ന മരുന്നുകൾ ഇതിന് അഗേൻസ്റ്റ് വർക്ക് ആവാതിരിക്കുന്ന ഒരു കണ്ടീഷനെയാണ് ആൻറ്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. സോ എന്തുകൊണ്ട് ആൻറ്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് നമുക്ക് പ്രശ്നമാകുന്നു? ഇപ്പോൾ നമുക്കൊരു ചെറിയ ഇൻഫെക്ഷൻ വന്നു, ഒരു ആൻറ്റിബയോട്ടിക് നമ്മൾ കൊടുക്കുന്നു, ആ ഇൻഫെക്ഷൻ മാറുന്നു. ഇപ്പോൾ നമ്മൾ കൊടുക്കുന്ന ആൻറ്റിബയോട്ടിക് ഈ ഇൻഫെക്ഷൻ അഗേൻസ്റ്റ് വർക്ക് ആയില്ലെങ്കിൽ, അല്ലെങ്കിൽ ഈ ഇൻഫെക്ഷനെ മാറിയില്ലെങ്കിൽ, അതൊരു ചെറിയ ഇൻഫെക്ഷൻ ഒരു വലിയ ഇൻഫെക്ഷൻ ആവും. ആ വലിയ ഇൻഫെക്ഷൻ നമുക്ക് നമ്മുടെ ജീവൻ തന്നെ ലൈഫ് തന്നെ ക്രിട്ടിക്കൽ ആക്കാവുന്ന ഒരു സ്റ്റേജ് വരെ പോകാൻ സാധ്യതയുണ്ട്. സോ എങ്ങനെ നമുക്കിത് പ്രിവെന്റ് ചെയ്യാൻ പറ്റും? നിങ്ങളുടെ സൈഡിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ ആൻറ്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് പ്രിവെന്റ് ചെയ്യാൻ അല്ലെങ്കിൽ കുറയ്ക്കാൻ? ഒന്നാമത്തെ കാര്യം, അനാവശ്യമായിട്ട് ആൻറ്റിബയോട്ടിക്സ് ഇല്ല മരുന്നുകൾ ഉപയോഗിക്കരുത്. ഇപ്പോൾ ചെറിയൊരു ചുമ വരുന്നു, ഇല്ല ചെറിയൊരു പനി വരുന്നു, മെഡിക്കൽ സ്റ്റോറിൽ പോകുന്നു, ഒരു ആൻറ്റിബയോട്ടിക് മരുന്ന് വാങ്ങി കഴിക്കുന്നു. ഈ ഒരു പ്രവണത കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യണം. ഒരു ഡോക്ടറിന്റെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ ഒരിക്കലും ആൻറ്റിബയോട്ടിക് മരുന്നുകൾ കഴിക്കാൻ പാടില്ല. രണ്ടാമത്തെ കാര്യം, മരുന്നുകൾ വാങ്ങിക്കുന്നു, ഡോക്ടർ എഴുതി തരുന്നു, 5 ദിവസത്തേക്ക് ആൻറ്റിബയോട്ടിക് എഴുതി തരുന്നു, 3 ദിവസം മരുന്ന് കഴിക്കുമ്പോൾ തന്നെ പനി മാറുന്നു. അപ്പോൾ നിങ്ങളൊന്ന് വിചാരിക്കാം അസുഖം മാറി, ഇനി ബാക്കി കഴിക്കേണ്ടതാണ്. ആ ഒരു പ്രവണതയും അവോയ്ഡ് ചെയ്യേണ്ടതാണ്. ആൻറ്റിബയോട്ടിക് കോഴ്സ് ഡെഫിനറ്റ്ലി കംപ്ലീറ്റ് ചെയ്യണം. 5 ദിവസത്തെ ആൻറ്റിബയോട്ടിക്കോ അല്ലെങ്കിൽ 7 ദിവസത്തെ ആൻറ്റിബയോട്ടിക്കോ, ചിലപ്പോൾ 14 ഡേയ്സ് ആൻറ്റിബയോട്ടിക് കോഴ്സ് വരെ പോവാം. ആ ആൻറ്റിബയോട്ടിക് കോഴ്സ് എന്തായാലും കംപ്ലീറ്റ് ചെയ്യണം. പിന്നെ ഒരു പ്രവണത എന്താ കാണുന്നതെന്ന് പറഞ്ഞാൽ, ഒരു മരുന്ന് വാങ്ങിച്ചു വെക്കുന്നു, ഒരു പനി വരുന്നു, ഡോക്ടറെ കാണുന്നു, ആൻറ്റിബയോട്ടിക് മരുന്ന് വാങ്ങിച്ചു വെക്കുന്നു, ആ സമയം കഴിച്ചു അത് മാറുന്നു. അടുത്ത വട്ടം വീണ്ടും പനി വരുമ്പോൾ അതേ മരുന്ന് തന്നെ ഡോക്ടറെ കാണാതെ സ്വന്തമായിട്ട് കഴിക്കുന്നു. ആ ഒരു ഹാബിറ്റ് മാറ്റേണ്ടതാണ്. ഇപ്പോൾ ഒരു ജലദോഷം വരുമ്പോൾ നമ്മൾ എപ്പോഴും നമ്മുടെ ഫേസ് എപ്പോഴും കവർ ചെയ്ത്, ഒരു മാസ്ക് വെച്ച് എപ്പോഴും മാസ്ക് ധരിച്ച് കവർ ചെയ്യാൻ നോക്കണം. ഒരു ജലദോഷം വരുമ്പോൾ ക്രൗഡഡ് പ്ലേസസിൽ പോവാതെ ഇരിക്കാൻ ശ്രമിക്കണം. പിന്നെ നമ്മൾ കൈ എപ്പോഴും സാനിറ്റൈസ് ചെയ്ത് കൈ എപ്പോഴും കഴുകി ക്ലീൻ ആയിട്ട് വെക്കണം. നമ്മൾ തുമ്മുമ്പോൾ കയ്യിലൊക്കെ അതിന്റെ പാർട്ടിക്കിൾസ് വരും. ഇത് നമ്മൾ വേറെ എവിടെയെങ്കിലും തൊടുമ്പോൾ അങ്ങോട്ട് അത് സ്പ്രെഡ് ആവും, വേറൊരാൾക്ക് അത് ഈസിലി അങ്ങനെ സ്പ്രെഡ് ആവാൻ സാധ്യതയുണ്ട്. സോ ഇങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങൾ നിങ്ങളുടെ സൈഡിൽ നിന്ന് ചെയ്താൽ നമുക്ക് ആൻറ്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് എന്ന ഒരു എൻറ്റൈറ്റിയെ കുറയ്ക്കാൻ പറ്റും. താങ്ക് യു.